ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫോട്ടോഷോപ്പിലെ ലാസോ ടൂളിനെ കുറിച്ചാണ്. ഓക്കെ, ഫോട്ടോഷോപ്പിലെ ടൂൾ ബോക്സിൽ ഈ കാണുന്നതാണ് ലാസോ ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിൽ 3 ടൈപ്പ് ലാസോ ടൂളാണ് ഉള്ളത് ഫോട്ടോഷോപ്പിൽ. ഫസ്റ്റ് വൺ ലാസോ ടൂൾ, എല്ലാണ് ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ലാസോ ടൂൾ, സെക്കൻഡ് വൺ പോളിഗണൽ ലാസോ ടൂൾ, തേർഡ് വൺ മാഗ്നറ്റിക് ലാസോ ടൂൾ. ഇങ്ങനെ 3 ടൈപ്പ് ലാസോ ടൂളാണ് ഫോട്ടോഷോപ്പിൽ ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ലാസോ ടൂൾ എടുക്കുക. ഓക്കെ, എന്താണ് ലാസോ ടൂൾ എന്ന് നോക്കാം. ലാസോ ടൂൾ എന്ന് പറയുന്നത് ഫ്രീ ഹാൻഡ് ആയിട്ട് കട്ട് ചെയ്യാൻ, ഇമേജ് ഒക്കെ ഫ്രീ ഹാൻഡ് ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാസോ ടൂൾ എന്ന ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കട്ട് ചെയ്യാന്ന് പറയുന്നത് സെലക്ഷന് വേണ്ടിയിട്ടാണ്. ഈ ടൂളുകളെല്ലാം സെലക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെലക്ഷൻ ചെയ്തിട്ട് കട്ട് ചെയ്യാനൊക്കെ, അല്ലെങ്കിൽ ഒരു ഇമേജ് സെലക്ഷൻ ചെയ്തിട്ട് ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ടിന്റെ കളർ ചേഞ്ച് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ലാസോ ടൂൾ ഫ്രീ ഹാൻഡ് ആയിട്ട് കട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പറയാൻ വേണ്ടിയിട്ട് ഒരു ഇമേജ് ഓപ്പൺ ചെയ്യാം. നമുക്കൊരു ഇമേജ് കട്ട് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് നോക്കാം. ഫോട്ടോഷോപ്പിൽ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓപ്പൺ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ ഓൺ ഷോർട്ട് കട്ട് കീ. നിങ്ങൾക്ക് ഏത് ഇമേജ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഓപ്പൺ എന്ന് കൊടുക്കുക. ഇമേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് കൺട്രോൾ പ്ലസ് അടിച്ച് സൂം ഇൻ ചെയ്യുക. സ്പേസ് ബാർ പ്രസ് ചെയ്യുമ്പോൾ, കീബോർഡിൽ സ്പേസ് ബാർ പ്രസ് ചെയ്യുമ്പോൾ ഹാൻഡ് ടൂൾ വരും. ഒന്നെങ്കിൽ ഇവിടെ ടൂൾ ബോക്സിൽ ഹാൻഡ് ടൂൾ എടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ സ്പേസ് ബാർ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പേജ് മൂവ് ചെയ്യുക. ഓക്കെ, ലാസോ ടൂൾ സെലക്ട് ആയിട്ടുണ്ട്. ഫ്രീ ഹാൻഡ് ആയിട്ട് കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുക. നമ്മൾ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവുക ചെയ്യുക. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്യണം. ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണം. ഇതിന്റെ ഇടയിൽ ജസ്റ്റ് നമ്മൾ വർക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതിനിടയിൽ നമ്മുടെ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യുന്നത് റിലീസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്നത് വിട്ടാൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഫുള്ളായിട്ട് സെലക്ഷൻ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ വീണ്ടും ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ മൗസിലെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ചെയ്യുക. അവസാനം നിങ്ങൾ വർക്കും ജസ്റ്റ് സെലക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യുക. സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ അവസാനിപ്പിക്കണം. സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ എത്തുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, റിലീസ് ചെയ്താൽ മതി, കട്ട് ചെയ്ത് അവസാനിക്കുന്നതിന് ശേഷം. ഓക്കെ, ഈ സെലക്ഷൻ ഒഴിവാക്കാൻ സെലക്ട് മേലെ ഡീസെലക്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കൺട്രോൾ പ്ലസ് അടിച്ച് സൂം ഇൻ ചെയ്യുക, കറക്റ്റായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് കളറാണ് ഉള്ളത്. ഈ വൈറ്റ് കളറിനോട് കറക്റ്റായിട്ട് കട്ട് ചെയ്യരുത്. കുറച്ച് കയറിയിട്ട് ഇമേജിനോട് കുറച്ച് കയറ്റിയിട്ട് കട്ട് ചെയ്യണം. എന്നാലും നമുക്ക് ഈസിയായിട്ട് കിട്ടുള്ളൂ. ഈ ലാസോ ടൂൾ കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാനൊക്കെ സെലക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഫ്രീ ഹാൻഡ് ആയിട്ട് കട്ട് ചെയ്യാൻ വേറെയും ടൂളുകളുണ്ട് നമുക്ക് സെലക്ട് ചെയ്യാനൊക്കെ. ജസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് പറയാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടി ഒന്ന് സൂം ഇൻ ചെയ്യുക, കൺട്രോൾ പ്ലസ് അടിച്ചിട്ട് ഇമേജ് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് സ്പേസ് ബാർ പ്രസ് ചെയ്തിട്ട് പേജ് മൂവ് ചെയ്യുക. ഇവിടെ ജസ്റ്റ് ഈ ഇമേജിനോട് കുറച്ച് കയറ്റിയിട്ട് വൈറ്റിലോട്ട് പോവരുത്. ഓക്കെ, കുറച്ച് കയറ്റിയിട്ട് കട്ട് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, പ്രസ് ചെയ്യുക, പിടിക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ. എന്നിട്ട് മുകൾക്ക് ഇങ്ങനെ മൗസ് ഇങ്ങനെ മൂവ് ചെയ്യുക. മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കോർണറിലെത്തുമ്പോൾ ജസ്റ്റ് സ്പേസ് ബാർ പ്രസ് ചെയ്ത ഹാൻഡ് ടൂൾ വരും. എന്നിട്ട് പേജ് കുറച്ച് താഴോട്ടും മൂവ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ പേജ് ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇമേജിലോട്ട് കയറിക്കോട്ടെ, കുഴപ്പമില്ല. അവസാനം നമുക്ക് റെഡി ആക്കാം. എന്നിട്ട് സ്പേസ് ബാർ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഓക്കെ, സ്പേസ് ബാർ പ്രസ് ചെയ്തിട്ട് മൂവ് ചെയ്യുക. സൂം ഇൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനിയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, എന്നാൽ കറക്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരിക. വൈറ്റിലോട്ട് അധികം പോവാത്ത രീതിയിൽ ചെയ്യുക. ഓക്കെ, സെലക്ഷൻ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് റെഡി ആക്കാവുന്നതാണ്. കൺട്രോൾ പ്ലസ് അടിച്ചിട്ട് സൂം ഇൻ ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് അടിച്ച് സൂം ഇൻ ചെയ്യുക.
നിങ്ങൾക്ക് എങ്ങനെയാണോ കറക്റ്റായിട്ട് കാണുന്നത് ആ രീതിയിൽ ചെയ്യുക. ഓവറായിട്ട് സൂം ഇൻ ചെയ്യണ്ട. ഓക്കെ, ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരും. മൗസ് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് കൊണ്ടുവരിക. സ്പേസ് ബാർ പ്രസ് ചെയ്തിട്ട് ഓരോ ഏരിയ കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് സ്പേസ് ബാർ പ്രസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ അവസാനിപ്പിക്കുക. നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ അവസാനിപ്പിക്കുക. ഓക്കെ, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എന്ത് ചെയ്യുക, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെലക്ഷൻ വരും. അപ്പോൾ സെലക്ഷൻ ഫുള്ളായിട്ട് സെലക്ഷൻ വരും. എന്നിട്ട് കൺട്രോൾ മൈനസ് അടിച്ച് സൂം ഔട്ട് ചെയ്യുക. എന്നിട്ട് സ്പേസ് ബാർ പ്രസ് ചെയ്തിട്ട് പേജ് മൂവ് ചെയ്യുക. ഓക്കെ, സെലക്ഷൻ വന്നിട്ടുണ്ട്, ഫുള്ളായിട്ട് സെലക്ഷൻ വന്നു. എന്നിട്ട് നമ്മൾ ഈ കയറി നിൽക്കുന്ന സെലക്ഷൻ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ആഡ് ടു സെലക്ഷൻ, സബ്സ്ട്രാക്ട് ഫ്രം സെലക്ഷൻ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആഡ് ടു സെലക്ഷൻ എന്ന് പറഞ്ഞാൽ കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കൽ ആഡ് ടു സെലക്ഷനിൽ സെലക്ഷൻ വരും. നമ്മുടെ ഈ ലാസോ ടൂളിൽ പ്ലസ് ചിഹ്നം വരും. ഈ കണ്ടില്ല, ലാസോ ടൂളിൽ പ്ലസ് ആ വന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഓൾട്ട് കീ പ്രസ് ചെയ്താൽ സബ്സ്ട്രാക്ട് ഫ്രം സെലക്ഷൻ വരും, നെഗറ്റീവ് വരും. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുക. സെലക്ഷൻ കൂടുതൽ വേണ്ടടുത്ത് ആഡ് ചെയ്യേണ്ടടുത്ത് ഇവിടെ കൺട്രോൾ പ്രസ് അടിച്ച് സൂം ചെയ്യുക ഇമേജ്. സ്പേസ് ബാർ പ്രസ് ചെയ്തിട്ട് പേജ് മൂവ് ചെയ്യുക. ഇവിടെയൊക്കെ കുറച്ചും കൂടി സെലക്ഷൻ നമുക്ക് വേണം. അവിടെ ആഡ് ടു സെലക്ഷനെ ചെയ്യാം. അപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് വേണം അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ. കൺട്രോൾ പ്രസ് അടിച്ച് സൂം ഇൻ ചെയ്യുക. സ്പേസ് ബാർ പ്രസ് ചെയ്തിട്ട് പേജ് മൂവ് ചെയ്യുക. എന്നിട്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഏരിയ, നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ വേണ്ടത്, അവിടെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് ഏത് ഏരിയ വേണ്ട വെച്ചാൽ ഫുള്ളായിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ, ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നു, ആ മിസ്റ്റേക്ക് വന്നാൽ കൺട്രോൾ സെറ്റ് അടിച്ചാൽ മതി തൊട്ട് ബാക്കോട്ട് പോകാൻ. ഓക്കെ, കൺട്രോൾ പ്രസ് അടിച്ച് സൂം ഇൻ ചെയ്യാം. സ്പേസ് ബാർ പ്രസ് ചെയ്ത് പേജ് മൂവ് ചെയ്യാം. എന്നിട്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് ഇത്രയും ഭാഗം നിങ്ങൾക്ക് എത്രയും ഭാഗമാണ് വേണ്ടത് അത്രയും ഭാഗം ഡ്രാഗ് ചെയ്ത് ഉള്ളോട്ട് സെലക്ട് ചെയ്യുക. പുറത്തോട്ടല്ല, ഉള്ളോട്ട് ഇമേജിലോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയും ഭാഗം സെലക്ഷൻ വരും. ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. എത്ര ഏരിയ വേണ്ട വെച്ചാൽ അത്ര ഏരിയ സെലക്ട് ചെയ്തിട്ട് ഉള്ളോട്ട്, ഇമേജിൻ്റെ ഉള്ളോട്ട് ഇങ്ങനെ സെലക്ഷൻ കൊണ്ടുവരിക. പുറത്തോട്ടാണെന്നുണ്ടെങ്കിൽ പുറത്തോട്ടായിരിക്കും സെലക്ഷൻ വരിക. ഓക്കെ, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സെലക്ഷൻ ഞാൻ പുറത്തോട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പുറത്തോട്ട് സെലക്ഷൻ വന്നു ഇമേജിൻ്റെ പുറത്ത്, ബാക്ക്ഗ്രൗണ്ടിലോട്ട്. അങ്ങനെ ചെയ്യരുത്. കൺട്രോൾ സെറ്റ് അടിക്കുക. നിങ്ങൾക്ക് 1-2 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. 3 ഏരിയ ഇങ്ങനെ സെലക്ട് ചെയ്യുക. കറക്റ്റായിട്ട് അഡ്ജസ്റ്റിൽ കട്ട് ചെയ്യേണ്ട, ഏകദേശം കുറച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്യുക, കുറച്ച് വരുന്ന രീതിയിൽ ഉള്ളിലോട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയും ഭാഗം ആഡ് ആവും. ഫുള്ളായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റിൽ കറക്റ്റായിട്ട് ചെയ്യേണ്ട, ആ വൈറ്റ് കയറും. ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും ഏരിയ ഇങ്ങനെ ഓരോ ഏരിയയും ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊണ്ടുവരണം. കൺട്രോൾ മൈനസ് അടിച്ച് സൂം ഔട്ട് ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. ജസ്റ്റ് ഒരു ഏകദേശം ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്യുക. കൺട്രോൾ പ്രസ് അടിക്കുക. ഇവിടെയൊക്കെ വൈറ്റ് കയറിയിട്ടുണ്ട്. വൈറ്റ് ഓൾട്ട് കീ പ്രസ് ചെയ്ത് പിടിക്കുക. കൺട്രോൾ സെറ്റ് അടിക്കുക. ഓൾട്ട് കീ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വൈറ്റിൻ്റെ ഭാഗം ക്ലിയർ ആക്കുക. ഓക്കെ, വൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റിൻ്റെ ഭാഗം ഓൾട്ട് കീ പ്രസ് ചെയ്ത് പുറത്തോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. കൺട്രോൾ മൈനസ് അടിച്ചിട്ട് സൂം ഔട്ട് ചെയ്യുക. 3 ഏരിയ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഓരോ ഏരിയ, ഓരോ ഭാഗവും ക്ലിയർ ആക്കി കൊണ്ടുവരിക. കൺട്രോൾ പ്രസ് അടിച്ച് സൂം ഇൻ ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫുള്ളായിട്ട് ചെയ്യേണ്ട. ഇനി ഓൾട്ട് കീ പ്രസ് ചെയ്തിട്ട് പുറത്തോട്ട് ഇങ്ങനെ വൈറ്റിലോട്ടുള്ള സെലക്ഷൻ ഒഴിവാക്കാൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. കുറച്ച് സെലക്ഷനും കൂടി കൊണ്ടുവരിക. കൺട്രോൾ സെറ്റ് അടിക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സെലക്ഷൻ കയറിയിട്ടുണ്ടെങ്കിൽ കൺട്രോൾ സെറ്റ് അടിക്കുക. ഓക്കെ, ഓൾട്ട് കീ പ്രസ് ചെയ്തിട്ട് റെഡിയാക്കി കൊടുക്കുക, ലെവലാക്കി കൊടുക്കുക. ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. കൺട്രോൾ മൈനസ് അടിച്ച് സൂം ഔട്ട് ചെയ്യുക. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഏരിയ ഉള്ളൂ. അത്രയും കുറച്ച് ഏരിയ മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്യണ്ട. ഓക്കെ, 3 ഏരിയ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. കൺട്രോൾ പ്രസ് അടിച്ച് സൂം ഇൻ ചെയ്യുക. സ്പേസ് ബാർ പ്രസ് ചെയ്തിട്ട് പേജ് മൂവ് ചെയ്യുക. ഓൾട്ട് കീ പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് 3 ഏരിയ ഇങ്ങനെ ഈ വൈറ്റിലോട്ട് കയറിയത് സെലക്ട് ചെയ്യുക. പുറത്തോട്ട് ഇങ്ങനെ ഈ ബാക്ക്ഗ്രൗണ്ടിലോട്ട് ഇങ്ങനെ സെലക്ഷൻ കൊടുക്കുക.
ഓൾട്ട് കീ പ്രസ് ചെയ്തിട്ട്. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ വൈറ്റിലോട്ട് കയറിയ സെലക്ഷൻ സബ്സ്ട്രാക്ട് ചെയ്ത് പോകും, റിമൂവ് ആയിട്ട് പോകും. ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓൾട്ട് കീ പ്രസ് ചെയ്തിട്ട് ഈ വൈറ്റിലോട്ട് കയറിയത് ജസ്റ്റ് ഭാഗം ഓൾട്ട് കീ പ്രസ് ചെയ്തിട്ട് സെലക്ഷൻ ഒഴിവാക്കുക. ഓൾട്ട് കീ പ്രസ് ചെയ്യുക. ഓക്കെ, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇത്രയും ഏരിയ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും ഏരിയ ഇങ്ങനെ ഓരോ ഏരിയ ഇങ്ങനെ സെലക്ട് ചെയ്യുക. കറക്റ്റ് ഏകദേശം കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭാഗമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, വൈറ്റിലോട്ട് ഓവറായിട്ട് പോവാത്ത രീതിയിൽ ചെയ്യുക. ഓൾട്ട് കീ പ്രസ് ചെയ്യുക, വൈറ്റിലോട്ട് കയറിയ പോർഷൻ എന്ത് ചെയ്യുക, സെലക്ഷൻ ഒഴിവാക്കി കൊടുക്കുക. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. ഇങ്ങനെയാണ് ലാസോ ടൂൾ കൊണ്ട് ചെയ്യുക. ഓക്കെ, ഇത്രയും ഏരിയ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. കൺട്രോൾ സെറ്റ് അടിക്കുക, മിസ്റ്റേക്ക് വന്നാൽ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്പേസ് ബാർ പ്രസ് ചെയ്തിട്ട് പേജ് ഇങ്ങനെ മൂവ് ചെയ്യുക കേട്ടോ. ഓൾട്ട് കീ പ്രസ് ചെയ്തിട്ട് ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലോട്ട് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾട്ട് കീ പ്രസ് ചെയ്തിട്ട് സെലക്ഷൻ ഒഴിവാക്കി കൊടുക്കുക. കട്ട് ചെയ്ത് കൊണ്ട് ഒഴിവാക്കുക. സെലക്ഷൻ റിമൂവ് ചെയ്യുക. സബ്സ്ട്രാക്ട് ഫ്രം സെലക്ഷനെ കൊണ്ട് ഇങ്ങനെ ചെയ്യുക കേട്ടോ. ഇവിടെ പ്ലസും മൈനസും ഇങ്ങനെ ഷിഫ്റ്റ് ഓൾട്ടും പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ച് ആവുന്നുണ്ട്. ആ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കുക. ഓൾട്ട് കീ പ്രസ് ചെയ്യുക, ഈ സെലക്ഷൻ ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കുക. കൺട്രോൾ സെറ്റ് അടിക്കുക. ഓക്കെ, കൺട്രോൾ മൈനസ് അടിച്ച് സൂം ഔട്ട് ചെയ്യുക. കൺട്രോൾ മൈനസ് അടിക്കുക, സൂം ഔട്ട് ചെയ്യുക. ഏകദേശം കുറച്ച് ഭാഗങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കൺട്രോൾ ഓക്കെ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, അങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ഏരിയ കൺട്രോൾ മൈനസ് അടിച്ച് സൂം ഔട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ കുറച്ച് സെലക്ഷൻ കയറി നിൽക്കുന്നുണ്ട്, അവിടെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി ഏരിയയിൽ. ഓക്കെ, ഇത്രയും ഭാഗം സെലക്ട് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കൊരു ഈ ഇമേജാണ് ഇപ്പോൾ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ല ഇപ്പോൾ സെലക്ട് ആയിട്ടുള്ളത്, ഇമേജാണ് സെലക്ട് ആയിട്ടുള്ളത്. ഓക്കെ, ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ല ഇപ്പോൾ സെലക്ഷനിലുള്ളത്. നിങ്ങൾ ഇപ്പോൾ ഒരു കളർ ചേഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ടിലോട്ട് നിങ്ങൾക്ക് കളർ ഫില്ല് ഈ സെലക്ഷൻ്റെ ഉള്ളിലോട്ടാണ് കളർ ഫില്ല് ആവുക. നിങ്ങളിപ്പോൾ ഒരു ഫോർഗ്രൗണ്ടിൽ ബ്ലാക്ക് കളർ ജസ്റ്റ് ഒന്ന് ഓൾട്ട് ബാക്ക് സ്പേസ് അടിച്ച് ഫില്ല് ചെയ്താൽ എവിടെയും ഫില്ലാവുന്നത് ഇമേജിലോട്ടാണ് ഫില്ലാവുന്നത്. ഇമേജിലോട്ടല്ല നിങ്ങൾക്ക് കളർ കൊടുക്കേണ്ടത്, ബാക്ക്ഗ്രൗണ്ടിലോട്ടാണ്. അപ്പോൾ ഈ സെലക്ഷൻ എന്തുവാണ്, ഇമേജിൻ്റെ സെലക്ഷൻ ബാക്ക്ഗ്രൗണ്ടിലോട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോഷോപ്പിൽ ഇൻവേഴ്സ് എന്നുള്ള ഓപ്ഷനാണ് യൂസ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഈ ഒന്ന് കൺട്രോൾ സെറ്റ് അടിച്ച് അണ്ടു അടിക്കുക കേട്ടോ. കൺട്രോൾ സെറ്റ് അടിക്കുക, എന്നിട്ട് സെലക്ട് മെനുവിൽ ഇൻവേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഷിഫ്റ്റ് കൺട്രോൾ ഐ ആണ് ഷോർട്ട് കട്ട് കീ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഇമേജിൻ്റെ സെലക്ഷൻ ബാക്ക്ഗ്രൗണ്ടിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, റിവേഴ്സ് സെലക്ഷൻ ആയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിലെ കളറും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ ഇമേജിലോട്ടാണ് സെലക്ഷൻ വരേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും റിപ്പീറ്റ് ചെയ്യുക. ഏത് ഷിഫ്റ്റ് കൺട്രോൾ ഐ അടിക്കുക, അല്ലെങ്കിൽ സെലക്ട് മെനുവിൽ ഇൻവേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, സെലക്റ്റിൽ ഇൻവേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് എന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. സെറ്റ് ബാക്ക്ഗ്രൗണ്ട് കളറിൽ ക്ലിക്ക് ചെയ്യുക. ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് ഓക്കെ അടിക്കുക. ഒരു കളർ സെലക്ട് ചെയ്തു, ജസ്റ്റ് ഒരു കളർ സെലക്ട് ചെയ്തു. എന്നിട്ട് ഫെദർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. കളർ കൊടുക്കുന്നതിന് മുൻപ് നമ്മളൊരു ഇമേജ് സെലക്ട് ചെയ്യുക, കട്ട് ചെയ്യുക ചെയ്യുമ്പോൾ ഫെദർ കൊടുക്കുക. അതിൻ്റെ എഡ്ജസ്, ഇമേജിൻ്റെ ആ സെലക്ഷൻ ചെയ്തിട്ടുള്ള എഡ്ജസ് സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫെദർ കൊടുക്കുന്നത്. ഓക്കെ, ഫെദർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് കട്ട് യൂസ് ചെയ്യുക. ഷിഫ്റ്റ് F6 അടിക്കുക. അപ്പോൾ ഫെദർ റേഡിയസ് എത്ര വേണ്ടതെന്ന് വെച്ചാൽ ചോദിക്കുന്നു ഇവിടെ. അവിടെ ഒരു 1.5 കൊടുക്കുക. ഓവറായിട്ട് കൂടുതൽ കൊടുക്കരുത് ഫെദർ. കൂടുതൽ കൊടുത്താൽ ഫെദർ അവിടെ ഓവറായിട്ട് സ്മൂത്തായിട്ട് അറിയും. 1.5 കൊടുക്കുക, എൻ്റർ അടിക്കുക, അല്ലെങ്കിൽ ഓക്കെ അടിക്കുക. എന്നിട്ട് അവിടെ ഈ കളർ സെലക്ട് ചെയ്ത കളർ ബാക്ക്ഗ്രൗണ്ട് കളർ ഫില്ല് ചെയ്യുക. കൺട്രോൾ ബാക്ക് സ്പേസ് അടിച്ച് കളർ ഫില്ല് ചെയ്യുക. സെലക്ഷൻ ഒഴിവാക്കാൻ കൺട്രോൾ D അടിക്കുക. ഓക്കെ, ഇത്രയാണ് ജസ്റ്റ് ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കളർ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നത്. ലാസോ ടൂൾ യൂസ് ചെയ്ത് ഇതിനെക്കാട്ടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ലാസോ ടൂൾ കുറച്ച്
ബുദ്ധിമുട്ടാണ്, ഫ്രീ ഹാൻഡ് ആയിട്ട് സെലക്ഷൻ ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് വേറെ പേജിലോട്ടൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ബാക്ക് അടിക്കുക, കൺട്രോൾ സെറ്റ് അടിക്കുക, കൺട്രോൾ ഓൾട്ട് സെറ്റ്, ഒരുപാട് തവണ ബാക്കോട്ട് പോകാൻ കൺട്രോൾ ഓൾട്ട് സെറ്റ് അടിക്കുക. ഓക്കെ, അപ്പോൾ ഈ സെലക്ഷൻ വന്നിട്ടുണ്ട്. ബാക്കോട്ട് അടിച്ചപ്പോൾ ഈ സെലക്ഷൻ നിങ്ങൾ ഇമേജിലോട്ട് മാത്രം സെലക്ഷൻ റിവേഴ്സ് സെലക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് മെനുവിൽ ഇൻവേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളൊരു പേജ് ഓപ്പൺ ചെയ്യുക. ഫയലിൽ ന്യൂ എന്നുള്ള ഓപ്ഷനിൽ പേജോ അല്ലെങ്കിൽ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ടോ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ന്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഒരു പേജ് ഓപ്പൺ ആക്കുക, ജസ്റ്റ് ഒരു പേജ്. ഓക്കെ, കസ്റ്റം എന്നുള്ള ഓപ്ഷൻ ഏതൊരു പേജാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് പേജാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഇവിടെ ഒരു ഫോട്ടോ എന്നുള്ള ഓപ്ഷനിൽ എടുത്തിട്ട് ഒരു 8x10 സൈസ് പേജ് സെലക്ട് ചെയ്തു. പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾ സ്ക്രീൻ മോഡ് ചേഞ്ച് ചെയ്യുക കേട്ടോ. ഇവിടെ ക്ലിക്ക് ചെയ്താൽ എഫ് അടിച്ചാൽ അല്ലെങ്കിൽ കീബോർഡിൽ എഫ് അടിക്കുക, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീൻ മോഡ് ചേഞ്ച് ചെയ്യുക. ഓക്കെ, ഇത് ഫുൾ സ്ക്രീൻ മോഡായി. ഒന്നുകൂടി എഫ് അടിക്കുക. അപ്പോൾ ഇവിടെ പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഈ ഓപ്ഷൻ ബാറിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള രീതിയിലാണ് പേജ് ഉള്ളത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് പേജ് സെപ്പറേറ്റ് എടുക്കുക. ഇവിടെയും ഈ ടൈറ്റിൽ ബാറിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക താഴോട്ട്. അപ്പോൾ പേജ് സെപ്പറേറ്റ് കിട്ടും. എന്നിട്ട് മൂവ് ടൂൾ എന്ന ടൂൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഇമേജ് ഇത്രയും സെലക്ട് ചെയ്ത ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് ഈ പേജിലോട്ട് ഇടുക. ഓക്കെ, എന്നിട്ട് ഈ പേജ് മാക്സിമൈസ് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തിട്ട്. ഓക്കെ, ഈ പേജിൻ്റെ ഈ ഇമേജ് വന്നിട്ടുണ്ട്. ഇത് സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ടി അടിക്കുക, ഫ്രീ ട്രാൻസ്ഫോം. കൺട്രോൾ ടി അടിച്ചിട്ട് ഈ ഷിഫ്റ്റ് ഓൾട്ടും പ്രസ് ചെയ്യുക പ്രൊപ്പോർഷണാലിറ്റി വരാൻ വേണ്ടിയിട്ട്. ഈ കോർണറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ പേജിൻ്റെ ഈ ഇമേജിൻ്റെ സൈസ് നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു ഇമേജിൻ്റെ വേറെ ഒരു വേറൊരു ബാക്ക്ഗ്രൗണ്ടിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അങ്ങനെ ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിൽ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. വേറെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് ഈ ഇമേജ് കട്ട് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതൊക്കെ നമ്മൾ വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള വരുമ്പോൾ പറയും. ജസ്റ്റ് ഇത്രയും കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ലാസോ ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് പോളിഗൺ ലാസോ ടൂളാണ്. നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും പറയുക. ഓക്കെ, പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.